ആദ്യമായിട്ട് പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. പിന്നെ ഇവിടെ നമ്മളെ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്ന വിദ്യാസിനോട് നന്ദി. നമ്മളിതിനു മുമ്പ് ഒരു പ്രസ് മീറ്റ് ആദ്യം വിളിക്കുമ്പോൾ ഈ പടം സക്സസ് ആയിട്ട് നമുക്ക് കാണാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് സംഭവിച്ചു. വളരെയധികം സന്തോഷം. വീണ്ടും ഇങ്ങനെ ഇരിക്കാൻ പറ്റിയതിൽ നിങ്ങളുടെ ഈ സന്തോഷം ഷെയർ ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. മല്ലിക അമ്മ പറഞ്ഞ പോലെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ ഹിറ്റാവുക എന്നതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുന്ന കോൾസും അപ്രീസിയേഷനും. ഞാനിപ്പോൾ വേറൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് സെറ്റിലാണ്. അവിടെ നിൽക്കുമ്പോൾ പോലും അവിടുത്തെ ആൾക്കാരെ പടം വിജയിച്ചല്ലോ ഭയങ്കര രസമുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫ്യൂവൽ, ഒരു എനർജി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഞാനിതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനോടും പിന്നെ ഡയറക്ടർ വിജേഷ്, ശ്രീഹരി, അൽബിച്ച എല്ലാം നമ്മുടെ ആൾക്കാരാണ്. അപ്പോൾ വളരെ സന്തോഷം. ഇനിയും ഇങ്ങനത്തെ നല്ല നല്ല സിനിമകൾ ഇവർക്ക് എഴുതാനും ചെയ്യാനും സാധിക്കട്ടെ എന്നും കൂടെ ഞാൻ ആശംസിക്കുന്നു. അതിൽ എനിക്കും വേഷം ഉണ്ടാവട്ടെ എന്നും കൂടെ ആഗ്രഹിക്കുന്നു. എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. கார்த்திகேயன் சார், நான் இங்கே வந்ததுல இருந்து கார்த்திக் சார் நிறைய பேர் பேசுறாங்க. நான் இந்த கார்த்திக் சார் நினைச்சேன். ஸோ சாரி, நான் வந்து எனக்கு தெரியல உங்க பேரு கார்த்திகேயன் சார் அப்படின்ட்டு இந்த விஜய் சொல்லியிருக்காங்க. பட் நீங்க தான் அந்த ஆளு. எனக்கு இப்போ தமிழே பேசும்போது தான் புரியுது. ஐம் ஸோ சாரி. ரொம்ப சந்தோஷம். ഹായ്, താങ്ക് യു സോ മച്ച്. ഈ ഇങ്ങനൊരു ക്യാരക്ടർ തന്നതിനും എല്ലാതും കൊണ്ടും ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. പണ്ട് കുറെ സിനിമകളൊക്കെ ഹിറ്റാകുമ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ദൈവം ഏതെങ്കിലും ഒരു പടത്തിൽ ഹിറ്റായ ഒരു പടത്തിൽ നായികയാവട്ടെ. അത് സംഭവിച്ചു. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എപ്പോഴും സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇപ്പം സ്റ്റാർ വാല്യൂ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനത്തെ പടങ്ങൾ വിജയിക്കാറുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കത് തോന്നുന്നില്ല. ബിക്കോസ് ഒരു പടം അടിപൊളിയാണെങ്കിൽ അത് എന്തായാലും ആൾക്കാർ പോയി അത് അംഗീകരിച്ച് വിജയിപ്പിക്കും. അതിൻ്റെ ഒരു റിസൾട്ടാണ് പ്രകമ്പനം. അപ്പൊ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയില്ല. ഭയങ്കര സന്തോഷം. കമ്മി പറഞ്ഞ മാതിരി എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞങ്ങളെല്ലാവരും ഒരു വണ്ടർ പറഞ്ഞിരിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച്. ശബ്ദത്തിനൊരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു സാന്നിധ്യമാണ് ആസിസിക്ക. പ്രത്യേകിച്ച് ഇതാ അച്ഛമ്മ അമ്മ ഇവിടെ ഇട്ടിട്ടാ എന്തേലുമൊക്കെ സംഭവിക്കൂടെ ഇപ്പൊ. സന്തോഷം ഇത് തന്നെയാണുള്ള സന്തോഷം. കാരണം ഇതിപ്പോ മൂന്നാമത്തെ വാരമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ കാണാൻ പോയി ഹൗസ്ഫുള്ളായിരുന്നു. സത്യം പറഞ്ഞു നല്ല ആൾക്കാരായിരുന്നു. പക്ഷെ നല്ല ആളായിരുന്നു ഞാൻ കാണാൻ പോയപ്പോൾ. ഒരുപാട് സന്തോഷം. 2026 ദൈവാനുഗ്രഹം കൊണ്ട്, ദൈവാനുഗ്രഹം എന്ന് തന്നെ പറയാം. നമ്മള് ഷൂട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻസിഡന്റുകൾ ഉണ്ടായി. നമ്മുടെ സഹോദരൻ മരണപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പടം ലോകമെമ്പാടും കാണണമെന്ന് ദൈവ വിധിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് വൺ ഹിറ്റിലേക്ക് പോകുന്നത്. ഒരുപാട് സന്തോഷം ഇതിന്റെ ഭാഗമായത്. സന്തോഷം.